In this video, we are going to study about formal risk analysis. Okay. So, if you are working in a factory or if you are maintaining a factory, so in a factory or an industry, there can be many risks. Okay. So, these risks actually appear suddenly or unexpectedly. നമ്മൾ തീരെ നനച്ചിരിക്കാത്ത ഒരു സമയത്തായിരിക്കും ഈ റിസ്ക്കുകൾ ഉണ്ടാവുന്നത്. സോ ഈ റിസ്ക് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രശ്നമാണ്. അതായത് ഇത്തരം റിസ്ക്കുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡനായിട്ട് നമ്മളുടെ അവിടുത്തെ പ്രൊഡക്ഷൻ അവിടെ നിർത്തി വയ്ക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്കവിടെ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വരുന്നു, നമ്മളുടെ സർവീസ് അവിടെ നിന്നു പോകുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമ്പം വി ഹാവ് ടു മാനേജ് റിസ്ക് ഓർ വി ഹാവ് ടു അഡ്രസ് റിസ്ക്. ഈ റിസ്ക്കുകളെ നമ്മൾ അനലൈസ് ചെയ്യുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. സോ ദിസ് ഈസ് കോൾഡ് എ റിസ്ക് അനാലിസിസ്. അപ്പം ഇൻഡസ്ട്രീസ് ഷുഡ് അഡ്രസ് റിസ്ക് ഹോളിസ്റ്റിക്കലി. സോ ഇൻഡസ്ട്രീസ് ഒരു ഹോളിസ്റ്റിക്കലായിട്ട് വേണം നമ്മൾ ഹോളിസ്റ്റിക് വേയിൽ വേണം നമ്മൾ റിസ്ക്കുകളെ അഡ്രസ്സ് ചെയ്യാൻ. അതായത് വെറുതെ ടെക്നോളജി മാത്രം നോക്കാതെ വ്യക്തികളെയും ആൾക്കാരെയും ഒക്കെ കൂടെ നോക്കിയിട്ട് വേണം റിസ്ക്കുകളെ മാനേജ് ചെയ്യാൻ. സോ ദിസ് ഈസ് കോൾഡ് റിസ്ക് അനാലിസിസ് ഓർ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ. Actually, there are two frameworks for risk management. അത് ഈ ഫ്രെയിംവർക്ക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിസ്ക് ഉണ്ടായി കഴിയുമ്പോൾ ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു രൂപരേഖ ആണ് ഈ ഫ്രെയിംവർക്ക്സ് വരുന്നത്. സോ മെയിനായിട്ട് രണ്ട് ഫ്രെയിംവർക്ക്സ് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഒക്ടേവ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഫെയർ. ഒക്ടേവും ഫെയറും എന്നിങ്ങനെ രണ്ട് ഫ്രെയിംവർക്ക്സ് ആണ് നമുക്ക് ഉള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഒക്ടേവ്സിനെ കുറിച്ചാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. സോ വാട്ട് ഈസ് ഒക്ടേവ്? ഒക്ടേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫുൾ ഫോം ഓഫ് ഒക്ടേവ് ഈസ് ഓപ്പറേഷണലി ക്രിട്ടിക്കൽ ത്രെറ്റ് അസറ്റ് ആൻഡ് വൾനറബിലിറ്റി ഇവാലുവേഷൻ. ഓപ്പറേഷണലി ക്രിട്ടിക്കൽ ത്രെറ്റ് അസറ്റ് ആൻഡ് വൾനറബിലിറ്റി ഇവാലുവേഷൻ. അതായത് ഒരു റിസ്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനകത്ത് ത്രെറ്റ്, അസറ്റ്, വൾനറബിലിറ്റിയെ ഇതിനെ മൂന്നിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രെയിം വർക്കാണ് എന്ത്? ഒക്ടേവ്. സോ ഇറ്റ് വാസ് ആക്ച്വലി ഡെവലപ്ഡ് ബൈ കാർണിജി മെലൺ യൂണിവേഴ്സിറ്റിയാണ് നമ്മളുടെ ഒക്ടേവ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. സോ ഒക്ടേവിന് മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ട്. വി ഹാവ് മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് ഒക്ടേവ്. അല്ലെങ്കിൽ ഒക്ടേവിന് പല ഐട്രേഷൻസ് വരുത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒക്ടേവ് വേർഷൻ്റെ പേര് ഒക്ടേവ് അലിഗ്രിയോ എന്നാണ്. ഒക്ടേവ് അലിഗ്രോ ഈ വേർഷനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ലെസ് ബർഡസം. ലൈറ്റ് വെയ്റ്റും ലെസ് ബർഡനും, വലിയ ബർഡൻ ഉണ്ടാക്കാത്ത ഒരു ഫ്രെയിം വർക്കാണ് ഏത്? ഒക്ടേവ് അലിഗ്രിയോ എന്ന് പറയുന്നത്. സോ ഈ ഒക്ടേവ് അലിഗ്രിയോയിൽ അല്ലെങ്കിൽ ഒക്ടേവ് മോഡലിൽ ഫ്രെയിം വർക്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ടീം, അതായത് ഒരു റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സെക്യൂരിറ്റി ടീം എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് അവൈലബിൾ ആയിരിക്കില്ല എന്നതാണ് നമ്മുടെ പ്രൈമറി അസംഷൻ. അതായത് ശരിയല്ലേ, ഒരു ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു സെക്യൂരിറ്റി ടീം അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെക്യൂരിറ്റി ടീം അവൈലബിൾ ആയിരിക്കില്ല എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി അസ്യൂം ദാറ്റ് എ സെക്യൂരിറ്റി ടീം ഈസ് നോട്ട് അവൈലബിൾ ഇമ്മീഡിയറ്റ്ലി വിത്ത് സെക്യൂരിറ്റി റിവ്യൂ. ഓക്കെ, അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇറ്റ്സ് അവർ പ്രൈമറി അസംഷൻ. സോ ദിസ് ഒക്ടേവ് ഹാസ് ഗോട്ട് 4 phases, 4 ഫേസസും 8 സ്റ്റെപ്പുകളുമാണ് ഒക്ടേവിനുള്ളത്. സോ ഒക്ടേവ് ഹാസ് ഗോട്ട് 4 phases ആൻഡ് 8 steps. അപ്പോൾ ഇതിനകത്ത് ഫേസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷിംഗ് ഡ്രൈവേഴ്സ്, സെക്കൻഡ് വൺ ഈസ് profile assets, and third one is identify threats, and fourth one is identify and mitigate risks.
ഇങ്ങനെ 4 ഫേസസ് ആണ് ഏത് ഒക്ടേവിനുള്ളത്. അതായത് ഫസ്റ്റ് വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദ ഡ്രൈവേഴ്സ്, സെക്കൻഡ് വി ഹാവ് ടു പ്രൊഫൈൽ ദി അസറ്റ്സ്, തേർഡ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ത്രെഡ്സ്, ദെൻ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് മിറ്റിഗേറ്റ് ദ റിസ്ക്. ഇതാണ് 4 ഫേസസ്. 4 ഫേസസും 8 സ്റ്റെപ്പുകളുമാണ് ഏത് നമ്മളുടെ ഒക്ടേവിനുള്ളത്. അപ്പോൾ ആ ഫേസസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. സി വി ഹാവ് എസ്റ്റാബ്ലിഷിംഗ് ഡ്രൈവേഴ്സ്, പ്രൊഫൈൽ അസറ്റ്സ്, ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് മിറ്റിഗേറ്റ് റിസ്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ഫേസസ് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ആർ എസ്റ്റാബ്ലിഷിംഗ് എ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. വി ആർ എസ്റ്റാബ്ലിഷിംഗ് എ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. അതായത് ഒരു റിസ്കിനെ നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെപ്പറ്റി നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് അനലൈസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് റിസ്കിൻ്റെ ഇമ്പാക്റ്റ്, രണ്ടെന്ന് പറയുന്ന റിസ്കിൻ്റെ വാല്യൂ, മൂന്നെന്ന് പറയുന്ന റിസ്കിൻ്റെ മെഷർമെൻറ്റ്. ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്കിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്ക് എത്ര നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു നഷ്ടം ഉണ്ടാകുമല്ലോ, ഒരു പ്രൊഡക്ഷൻ ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് എത്രത്തോളം നഷ്ടം ഉണ്ടാക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്ന റിസ്കിൻ്റെ മെഷർമെൻറ്റാണ്. ഈ റിസ്ക് എത്ര മെഷർ ചെയ്യും, സോ എത്രയായിരിക്കും അതിൻ്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡു പ്രയോറിറ്റൈസേഷൻ അറ്റ് ലേറ്റർ സ്റ്റേജ്. അതായത് ഇതിന് ശേഷം റിസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സ്റ്റെപ്പ് 1. നൗ സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഡെവലപ്പിംഗ് ആൻ ഇൻഫോർമേഷൻ അസറ്റ് പ്രൊഫൈൽ. വി ആർ ഡെവലപ്പിംഗ് ആൻ ഇൻഫോർമേഷൻ അസറ്റ് പ്രൊഫൈൽ. നമ്മളൊരു ഇൻഫോർമേഷൻ അസറ്റ് പ്രൊഫൈലിനെ ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കും, ഇൻഫോർമേഷൻ അസറ്റിനെ പറ്റിയുള്ളൊരു പ്രൊഫൈൽ ഉണ്ടാക്കും. സോ ഈ പ്രൊഫൈലിനകത്ത് എന്തൊക്കെ കാണും? ഇറ്റ് വിൽ ഹാവ് ഓൾ ദി അസറ്റ്സ്. ഏതൊക്കെ അസറ്റ് ഉണ്ട്, അതായത് ഈ പറയുന്ന ഒരു ഇല്ല. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് വരയ്ക്കാം. സോ ഫസ്റ്റ് വി ആർ ആക്ച്വലി ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ദ റിസ്ക്. വി ആർ ഫസ്റ്റ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ദ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. നമ്മളൊരു റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് എസ്റ്റാബ്ലിഷിംഗ് ഡ്രൈവേഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഡെവലപ്പിംഗ് റിസ്ക് asset profile, information asset profile. We are actually developing an information asset profile. Developing information asset profile. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് നമ്മളുടെ ഒരു കയ്യിലുള്ള അസറ്റുകളെ പറ്റിയുള്ളൊരു പ്രൊഫൈൽ, ഇൻഫോർമേഷനും അസറ്റുകളെയും പറ്റിയുള്ളൊരു പ്രൊഫൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ ഇറ്റ് വിൽ ഹാവ് ഓൾ ദി ലിസ്റ്റ് ഓഫ് അസറ്റ്സ്. ദെൻ വി ഹാവ് എ പ്രയോറിറ്റി ഓഫ് അസറ്റ്സ്. ഏതൊക്കെ അസറ്റുകളാണ് ഏതൊക്കെ അസറ്റിനെക്കാട്ടി മുന്നിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങി ഓടുവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും ആദ്യം എടുക്കുന്നത് ഏതായിരിക്കും? നമ്മുടെ ഡ്രസ്സായിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ ഭക്ഷണമായിരിക്കും ആദ്യം എടുക്കുന്നത്. അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വേണം അല്ലേ പ്രയോറിറ്റൈസ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രയോറിറ്റി ഓഫ് അസറ്റ്സ്. ഓക്കെ, ഏത് അസറ്റിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളതാണ് പ്രയോറിറ്റൈസേഷൻ ഓഫ് അസറ്റ്സ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ഓഫ് അസറ്റ്സ്. അതായത് ഓരോ അസറ്റിൻ്റെയും ആട്രിബ്യൂട്ട്, അതായത് ഓരോ അസറ്റിൻ്റെയും ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ പ്രത്യേകതകൾ, ആട്രിബ്യൂട്ട്സ്, ഓരോരോ സംഭവങ്ങൾ, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ളത്. ഈ അസറ്റിൻ്റെ രീതി ഇങ്ങനെയാണ്, ഈ അസറ്റിൻ്റെ ഡെപ്ത് ഇത്രയാണ്, ഈ അസറ്റിൻ്റെ പേരിതാണ്, അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് all the attributes of assets and it contains the owners and other informations. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഇൻ സ്റ്റെപ്പ് 2 വി ആർ ആക്ച്വലി ഡെവലപ്പിംഗ് ആൻ ഇൻഫർമേഷൻ അസറ്റ് പ്രൊഫൈൽ. ഒരു ഇൻഫർമേഷൻ അസറ്റ് പ്രൊഫൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് വി ആർ ഐഡൻറ്റിഫൈയിങ് ഇൻഫർമേഷൻ അസറ്റ് കണ്ടെയ്നേഴ്സ്. In step 3 we are identifying
ഇൻഫർമേഷൻ അസറ്റ് കണ്ടെയ്നേഴ്സ്. ഇൻഫർമേഷൻ അസറ്റ് കണ്ടെയ്നേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ അസറ്റ്, അതായത് ഇവിടെ ഓരോ അസറ്റ് എവിടെയാണ് ഇരിക്കുന്നത്, ഓക്കെ, ഓരോ അസറ്റുകളും എവിടെയാണ് നമുക്ക് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ ഓഫ് അസറ്റ്സ്. അല്ലെങ്കിൽ ഈ പറയുന്ന അത് ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആവാം. ഈ ഒരു അസറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഫർമേഷൻ വരും, അതായത് വിവരങ്ങൾ വരും. അതോടൊപ്പം തന്നെ നമ്മുടെ വേറൊരു അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ OT ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മെഷീൻസും ഒരു അസറ്റാണ്. ഓക്കെ, അതായത് അപ്പോൾ ഈ ഓരോ അസറ്റും എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ലൊക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, ഈ അസറ്റുകൾ എവിടെ ഇരിക്കുന്നു, അതിനെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അസറ്റ് കണ്ടെയ്നേഴ്സ്. ദാറ്റ്സ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അസറ്റ് കണ്ടെയ്നേഴ്സ്. അസറ്റ് കണ്ടെയ്നേഴ്സ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അസറ്റ് കണ്ടെയ്നേഴ്സ്. അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അസറ്റും എവിടെയാണ് ഇരിക്കുന്നത്, അതിനെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി ഐഡൻറ്റിഫൈയിങ് ദ ഏരിയാസ് ഓഫ് കൺസേൺ. അതായത് ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസേൺ വേണ്ടതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ആൻ അനലിസ്റ്റ്. ഒരു അനലിസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് പ്രൊഫൈലിനെ നേരത്തെ ഉള്ള റിസ്ക് അനാലിസിസുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് റിസ്ക് പ്രൊഫൈൽ എടുത്തിട്ട്, അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഇങ്ങനെ റിസ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ഒരു റിസ്ക് പ്രൊഫൈൽ. ഈ റിസ്ക് പ്രൊഫൈലിനെ ഏതുമായിട്ട് കൺവേർട്ട് ചെയ്യും, പ്രീവിയസ് റിസ്ക് അനാലിസിസുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഇതിനു മുമ്പ് സമാനമായ ഒരു റിസ്ക് ഉണ്ടായപ്പോൾ ആ റിസ്കിനെ നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് റിസ്ക് അനാലിസിസ്. ആ റിസ്ക് അനാലിസിസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. സോ ദാറ്റ് ഈസ് ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയാസ് ഓഫ് കൺസേൺ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. വി ആർ ഐഡൻറ്റിഫൈയിങ് ദി ഏരിയാസ് ഓഫ് കൺസേൺ. Identifying the areas of concern. നമ്മൾക്ക് കൺസേൺഡ് ആയിരിക്കേണ്ട ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് വി ആർ ഐഡൻറ്റിഫൈയിങ് ദ ത്രെറ്റ്സ്. ഏതൊക്കെയാണ് ത്രെട്ടുകൾ എന്നുള്ളതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. വി ആർ ഐഡൻറ്റിഫൈയിങ് ദ ത്രെറ്റ്സ്. നമ്മുടെ കയ്യിലുള്ള ത്രെഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ വാട്ട് ആർ ത്രെഡ്സ്? ത്രെഡ്സ് ആർ ആക്ച്വലി പൊട്ടൻഷ്യൽ അൺഡിസൈറബിൾ ഇവൻറ്റ്സ്. സംഭവിക്കാൻ സാധ്യതയുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സിന് പറയുന്ന പേരാണ് ത്രെട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവർ സ്റ്റെപ്പ് 5, ഐഡൻറ്റിഫൈയിങ് ത്രെഡ്സ്. ത്രെഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഐഡൻറ്റിഫൈയിങ് ദ റിസ്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ റിസ്ക്കും ത്രെട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺഡിസൈറബിൾ ഇവൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ അൺഡിസൈറബിൾ ഇവൻറ്റ്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൺഡിസൈറബിൾ ഔട്ട്കം. അതായത് ഒരു ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കമാണ് റിസ്ക് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഐഡൻറ്റിഫൈയിങ് റിസ്ക്. ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അൺഡിസൈറബിൾ ഔട്ട്കമാണ് റിസ്ക്, അൺഡിസൈറബിൾ ഇവൻ്റാണ് ത്രെട്ട്. സോ നമ്മൾ റിസ്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ അനലൈസിങ് ദ റിസ്ക് അനാലിസിസ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ വി ആർ അനലൈസിങ് ദ റിസ്ക് അനാലിസിസ് ആണ് അടുത്ത സ്റ്റെപ്പ്. റിസ്ക് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ ഓഫ് റിസ്ക്. സോ ദാറ്റ് ഈസ് റിസ്ക് അനാലിസിസ്. റിസ്ക് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് വി ആക്ച്വലി ആർ ഗോയിങ് ഫോർ എ ക്വാളിറ്റേറ്റീവ് ഇവാലുവേഷൻ ഓഫ് റിസ്ക്. അതായത് ഈ റിസ്കിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈ റിസ്കിൻ്റെ പ്രഹരശേഷി എത്രത്തോളമാണ്, എന്തുവാണ് ഈ റിസ്ക് കൊണ്ട് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് റിസ്ക് അനാലിസിസ്. ഓക്കെ, the final step is called risk mitigation.
മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിസ്ക് ഉണ്ടായി, ഇനി ആ റിസ്കിനെ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിന് പറയുന്ന പേരാണ് മിറ്റിഗേഷൻ. സോ ഫൈനൽ സ്റ്റെപ്പ് ഇസ് കോൾഡ് റിസ്ക് മിറ്റിഗേഷൻ. റിസ്ക് മിറ്റിഗേഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. റിസ്ക് മിറ്റിഗേഷൻ, ദാറ്റ് ഈസ് അവർ ഫൈനൽ സ്റ്റെപ്പ്. ഈ റിസ്ക് മിറ്റിഗേഷൻ നമുക്ക് 3 രീതി ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി അക്നോളജ് ദ റിസ്ക്. നമ്മൾ റിസ്ക് ഉണ്ടായി എന്ന് സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഡു നത്തിങ്. നമ്മൾ റിസ്ക് ഉണ്ടായി എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ റിസ്കിനെ അക്സെപ്റ്റ് ചെയ്തു ആൻഡ് വി ഡു നത്തിങ്, ഒന്നും ചെയ്യാതിരിക്കുന്നു. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി അക്സെപ്റ്റ് റിസ്ക് ആൻഡ് ദെൻ വി ഡു മിറ്റിഗേഷൻ ആൻഡ് കൺട്രോൾ പ്രൊസീജിയർ. നമ്മൾ മിറ്റിഗേഷൻ എഫേർട്സ് തുടങ്ങും. അതായത് നമ്മുടെ കയ്യിലുള്ള റിക്വയർമെൻറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ മിറ്റിഗേഷനുള്ള എഫേർട്ട് തുടങ്ങും. സോ ദാറ്റ് ഈസ് സെക്കൻഡ് വേ ഓഫ് മിറ്റിഗേഷൻ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ റിസ്കിനെ അക്നോളജ് ചെയ്തു, നമ്മളൊന്നും ചെയ്യുന്നില്ല. രണ്ടെന്ന് പറയുന്നത് റിസ്കിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മെഷർമെൻറ്റ് തുടങ്ങുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നെയ്തർ അക്സെപ്റ്റിംഗ് ദ റിസ്ക് നോർ മിറ്റിഗേറ്റിംഗ് ഇറ്റ്. അതായത് നമ്മൾ റിസ്കിനെ നമ്മളൊട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല, നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യുന്നുമില്ല. അതായത് നമ്മൾ പറയും വി നീഡ് ഫ്യൂച്ചർ സ്റ്റഡി, നമ്മൾ കൂടുതൽ സ്റ്റഡി നടത്തണം എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ വാട്ട് ആർ ദ വേസ് when we can mitigate risk? ഫസ്റ്റ് വൺ ഇസ് അക്സെപ്റ്റ് ദ റിസ്ക് ആൻഡ് ഡു നത്തിങ്. റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, ബട്ട് വി ഡു ഡോക്യുമെൻറ്റ്. നമ്മൾ ഈ റിസ്കിനെ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള റീസണും അവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലൊരു റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വി ക്യാൻ റെഫർ ടു ദിസ് ആൻഡ് ഒന്നുകിൽ നമുക്ക് അതിന് വേണ്ടിയ തീരുമാനങ്ങൾ അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കും. അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് വി ആർ അക്സെപ്റ്റിംഗ് ദ റിസ്ക് ആൻഡ് ഡു നത്തിങ്. Second one is we are accepting the risk and starting the mitigation and control efforts. And thirdly, we are neither accepting nor mitigating the risk. അതായത് അക്സെപ്റ്റും ചെയ്യുന്നില്ല, മിറ്റിഗേറ്റും ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് പറയും? വി നീഡ് ഫർദർ റിസർച്ച് ടു ടേക്ക് എ ഡിസിഷൻ ഓൺ ദിസ് എന്ന് നമ്മൾ പറയും. സോ അതാണ് ഒക്ടേവിനകത്തുള്ളത്. ഒക്ടേവ് എന്ന് പറയുന്നത് ഒരു 4 ഫേസ് ഉള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഈ 4 ഫ്രെയിം വർക്കിലുള്ളതിൽ 4 ഫേസസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഡ്രൈവേഴ്സ്, പ്രൊഫൈൽ അസറ്റ്സ്, ഐഡൻറ്റിഫൈ ത്രെറ്റ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് മിറ്റിഗേറ്റ് റിസൾട്ട്സ്. ഇതാണ് നമ്മളുടെ 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 സ്റ്റെപ്പിനകത്ത് നമുക്ക് 4 ഫേസസിനകത്ത് നമുക്ക് 8 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വി ആർ എസ്റ്റാബ്ലിഷിങ് എ റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ. ആദ്യമായിട്ട് നമ്മളൊരു റിസ്ക് മെഷർമെൻറ്റ് ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫോർമേഷൻ അസറ്റ് പ്രൊഫൈലിനെ ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഐഡൻറ്റിഫൈങ് ദ അസറ്റ് കണ്ടെയ്നേഴ്സ്. അതായത് ഓരോ അസറ്റും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ എങ്ങനെ മാറ്റാം എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. വി ആർ ഐഡൻറ്റിഫൈങ് ദി ഇൻഫോർമേഷൻ അസറ്റ് കണ്ടെയ്നർ. ദെൻ വി ആർ ഐഡൻറ്റിഫൈങ് ദ ഏരിയാസ് ഓഫ് കൺസേൺ വേണ്ട ഏരിയാസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ വി ആർ ഐഡൻറ്റിഫൈങ് ത്രെറ്റ്സ്. ദെൻ വി ഐഡൻറ്റിഫൈ ദ റിസ്ക്. ദെൻ വി അനലൈസ് ദ റിസ്ക്. ദെൻ വി ഗോ ഫോർ റിസ്ക് മിറ്റിഗേഷൻ. അതാണ് നമ്മുടെ ഒക്ടേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒക്ടേവ് ഇസ് വാട്ട്? ഒക്ടേവ് ഇസ് ആക്ച്വലി റിസ്ക് അനാലിസിസ് ഫ്രെയിംവർക്ക്. റിസ്ക് അനാലിസിസ് ഫ്രെയിംവർക്കാണ്. സോ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ക്രിട്ടിക്കൽ ത്രെറ്റ് അസറ്റ് വൾണറബിലിറ്റി ഇവാലുവേഷൻ. ഓക്കെ, സോ ഓപ്പറേഷണലി ക്രിട്ടിക്കൽ ത്രെറ്റ് അസറ്റ് ആൻഡ് വൾണറബിലിറ്റി ഇവാലുവേഷൻ. അതുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ത്രെറ്റിനെ, അസറ്റിനെയും വൾണറബിലിറ്റീസിനെയും ആണ്. സോ ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ. അതായത് ഇതാണ് എൻ്റെ ഫ്രെയിം വർക്ക്. സോ താങ്ക് യു.